ഫാബ്രിക് പെയിന്റിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് സാരി വന്നിരിക്കുന്നത്. ജോർജറ്റ് ഷിഫോൺ ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ആ ഒരു ഫോക്സ് ഷിഫോൺ പാറ്റേണിലുള്ള ഫാബ്രിക് ആണ് സാരി വരുന്നത്. അതിൽ നല്ല പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ആ ഒരു ഫാബ്രിക് പെയിന്റഡ് പാറ്റേൺ വരുന്നത്. നമ്മൾ പ്ലീറ്റ്സിന്റെ പോർഷനിലും വരുന്നുണ്ട്, ആ ഒരു ചെസ്റ്റ് പോർഷനിലും വരുന്നുണ്ട്, സാരിയുടെ മുന്താണിയിലും വരുന്നുണ്ട് ആ ഒരു ഫാബ്രിക് പെയിന്റഡ് ഡിസൈൻ. കണ്ടോ, ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ആയിരിക്കും ഒരു 3 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. ഞാൻ ഡിസൈനിന്റെ ക്ലോസർ കാണിക്കാം കേട്ടോ. ഒരു ഡാർക്ക് പിങ്ക്, റെഡ് ആൻഡ് ബ്ലാക്ക്, ഈ ഒരു കോമ്പിനേഷനിലാണ് ഒരു ഫാബ്രിക് പെയിന്റഡ് പാറ്റേണിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഫോക്സ് ഷിഫോൺ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു എലഗന്റ് പാർട്ടി വെയർ സാരിയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. സെയിം ടൈം നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ് സാരിക്ക് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. വൈറ്റ് തന്നെയാണ് പ്ലെയിൻ ബ്ലൗസ് വരുന്നത്. ക്രിസ്മസ് സെറ്റാറായിട്ടെല്ലാം ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് എല്ലാ സാരീസും വന്നിരിക്കുന്നത്. ഇത് ആ ഒരു ക്രിസ്മസ് കളർ തീമിൽ തന്നെയാണ്. ബ്രൈറ്റ് ചില്ലി റെഡ് ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഫാബ്രിക് പെയിന്റഡ് പാറ്റേൺ തന്നെയാണ് കേട്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും പ്ലീറ്റ്സിന്റെ പൊസിഷനും ആ ഒരു നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയും പല്ലും സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വരുന്നത്. റെഡിലാണ് പ്ലെയിൻ ബ്ലൗസ്. ഫോക്സ് ഷിഫോൺ പാറ്റേണിൽ ഫാബ്രിക്കിൽ ആ ഒരു ഫാബ്രിക് പെയിന്റഡ് പാറ്റേണിൽ തന്നെ സാരി വന്നിരിക്കുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ടീൽ ഗ്രീനും ഒരു ഒലിവ് ഗ്രീനും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലായിരിക്കും ഒരു ഡിസൈൻസ് വരുന്നത്, ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. സെയിം പാറ്റേൺ, റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഫാബ്രിക് പെയിന്റ് ഡിസൈൻ എല്ലാം സെയിം അതേ ഫ്ലോറൽ ഡിസൈൻ തന്നെ കേട്ടോ സാരി വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. നല്ല എലഗന്റ് പാർട്ടി വെയർ സാരിയാണ്. നമുക്കൊരു ഫംഗ്ഷൻ ഡ്രേപ്പ് ചെയ്യുന്ന വളരെ ആപ്റ്റ് ആയിട്ടുള്ള സാരി കേട്ടോ. നല്ലൊരു ഡിഫറെന്റ് ലുക്കിലുള്ള ഒരു പാറ്റേണിലാണ് സാരി വരുന്നത്. വളരെ കംഫർട്ടബിൾ ആണ്. ആ ഒരു ഷിഫോൺ ഫാബ്രിക് ആയതുകൊണ്ട് വളരെ ഫ്ലോയി ആയിട്ട് ബോഡി ഹഗിങ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. ബ്ലൗസ് വരുന്നത് സെയിം ഇതേ പാറ്റേണിൽ തന്നെ പ്ലെയിൻ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ വരുന്ന ബ്യൂട്ടിഫുൾ ഫാബ്രിക്കിലാണ്. ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിൽ ഫുൾ ത്രെഡ് വൂവൻ സ്റ്റൈലിലാണ് സാരി വന്നിരിക്കുന്നത്. പേൾ ക്രീം ആണ് സാരിയുടെ ബേസ് വരുന്നത് കേട്ടോ. പേൾ ക്രീമിൽ ഒരു മെറൂൺ ടോണാണ്, മെറൂണിഷ് റെഡ് ആണ് സാരിയിൽ. ആ ഒരു ത്രെഡ് വൂവൻ സ്റ്റൈൽ ഒരു ഹാഫ് സർക്കിൾ പാറ്റേണിലാണ് ഫുൾ ബോഡിയിലും ആ ഒരു ത്രെഡ് വ്യൂ ഡിസൈൻസ് വന്നിട്ട് ആ ഒരു മെറൂൺ റെഡിൽ തന്നെ സ്മോൾ സ്വീക്കൻസ് വർക്ക് വന്നിട്ടുണ്ട് സാരിക്ക്. വളരെ ടൈനി സ്വീക്കൻസ് വർക്കാണ് സാരിയിൽ ആ ഒരു വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക സാരിക്ക്. വളരെ കംഫർട്ടബിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന വർക്ക് വെയർ ആയിട്ടും നമുക്കൊരു ഫംഗ്ഷന് വേണമെങ്കിൽ ഡ്രേപ്പ് ചെയ്യാം. കാരണം നല്ലൊരു സ്റ്റൈലിഷ് ബ്ലൗസ് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാവുന്ന സാരിയാണ്. ഇതാണ് സാരിയുടെ പാറ്റേൺ വരുന്നത്. ഒരു ഹാഫ് സർക്കിളിൽ വന്നിട്ട് സെന്റർ പോർഷൻ വരുമ്പോൾ പ്ലെയിൻ ആണ് സാരിക്ക് വരുന്നത്. പേൾ ക്രീമിൽ പ്ലെയിൻ വരുന്നുണ്ട്. ആ ഒരു ടോണിൽ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ ത്രെഡ് വീവിലാട്ടോ സാരിയുടെ മുന്താണി വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം. ഒരു വൂവൺ സ്റ്റൈലുള്ള ഷോർട്ട് പല്ലു ആണ്. ബ്ലൗസും ഇതേ പാറ്റേൺ തന്നെ കേട്ടോ. ആ ഒരു ത്രെഡ് വീവിൽ തന്നെ സ്മോൾ സ്വീക്കൻസ് വർക്കിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസിന്റെ കൂടി ഞാൻ ക്ലോസർ കാണിക്കാം. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിലും ആ ഒരു സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. പക്ഷെ അതത്ര അങ്ങനെ വിസിബിൾ അല്ല. കാരണം ആ ഒരു സെയിം ത്രെഡിൽ സെയിം കളറിൽ തന്നെ ആയിരിക്കും ആ ഒരു സ്വീക്കൻസ് വർക്കും വരുന്നത്. ഒരു മാറ്റ് സ്വീക്കൻസ് ആയതുകൊണ്ട് അങ്ങനെ ഗ്ലിറ്ററിങ് ഒന്നുമില്ല കേട്ടോ. വളരെ സറ്റിലായിട്ട് നിൽക്കുന്ന ഒരു പാറ്റേണിലാണ്. നല്ല പാറ്റേണിലാണ് ബ്ലൗസും വരുന്നത്. നമുക്കൊരു ഹൈ കോളർ ബ്ലൗസ് എല്ലാം ഇടുകയാണെങ്കിൽ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക സാരി. പ്യുവർ ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇത് വരുമ്പോൾ പേൾ ക്രീമും ഗ്രേയും കൂടിയാണ്, പെൻസിൽ ഗ്രേയും കൂടിയാണ് സാരിയുടെ കോമ്പിനേഷൻ. ഇതിലും ആ ഒരു നല്ലൊരു ഗ്രേ ബ്ലൗസ് എല്ലാം ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ സാരി. ഹാഫ് സർക്കിൾ പാറ്റേണിൽ തന്നെ ആയിരിക്കും. അപ്പുറം ലോവറും ബോർഡർ വരുന്നുണ്ട് ത്രെഡ് വൂവൻ സ്റ്റൈലിൽ. ഇതിലും ഒരു ഗോൾഡൻ, ഒരു ആന്റി ഗോൾഡൻ, ഒരു മാറ്റ് സ്വീക്കൻസ് വർക്ക് ആയിരിക്കും. സ്മോൾ സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട് സാരിയുടെ ബോഡിയിൽ. പ്ലെയിൻ ഒരു സെന്റർ പോർഷൻ വരുമ്പോൾ പ്ലെയിൻ ആയിരിക്കും. പല്ലു ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത് വിത്ത് ബ്ലൗസ് നല്ല സഫീഷ്യന്റ് ആയിട്ട് 1 മീറ്റർ ലെങ്ത്തിൽ 45 ഇഞ്ച് വിഡ്ത്തിലാണ്. 45 അല്ല, ഒരു 47 ഇഞ്ച് വിഡ്ത്തിലാണ് സാരി വരുന്നത്. ഡാർക്ക് നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. നേവി ബ്ലൂയും ആ ഒരു റെഡും കൂടി ആട്ടോ. റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പേർപ്പിൾ ബ്ലെൻഡഡ് റെഡ് ആണ് സാരിയിൽ ആ ഒരു ത്രെഡ് വൂവൻ സ്റ്റൈലിൽ വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ഹാഫ് സർക്കിൾ പാറ്റേണിൽ അതേ ടോണിൽ തന്നെ പേർപ്പിളിഷ് റെഡിൽ തന്നെയുള്ള സ്മോൾ സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട് ബോഡിയിൽ. ഏത് ത്രെഡ് ആണോ ആ ഒരു വർക്ക് വരുന്നത് സെയിം അതേ കളറിൽ തന്നെയായിരിക്കും സ്വീക്കൻസും വരുന്നത് സാരിക്ക്. ഈ ഒരു പാറ്റേൺ വിത്ത് ഷോർട്ട് പല്ലു, റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു റെയർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. എക്സാക്ട് ഒരു കളർ ഇതിന് പറയാനില്ല. ഇതിന്റെ ഒരു ടോൺ പറയുകയാണെങ്കിൽ ഒരു മാറ്റ് മസ്റ്റേർഡ് യെല്ലോ ആണ്. മസ്റ്റേർഡ് യെല്ലോയുടെ ആ ഒരു ഫാമിലി തന്നെ വരുന്നതാണ്. ഒരു മാറ്റ് ഫീലിലാണ് സാരിയിൽ ആ ഒരു ലുക്ക് വരുന്നത്. നല്ല പാറ്റേണിലാണ് കേട്ടോ ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു കോമ്പിനേഷൻ വരുന്നത്. ഒരു റെഡിഷ് മെറൂൺ തന്നെയായിരിക്കും കോമ്പിനേഷൻ വരുന്നത്. സെയിം ടോൺ തന്നെ അതേ ടോണിൽ തന്നെയുള്ള സ്മോൾ സ്വീക്കൻസ് വർക്ക് വന്നിട്ട് ഹാഫ് സർക്കിൾ പാറ്റേണിലായിരിക്കും അപ്പുറം ലോവറും വരിക. ലിനൻ സാരിയുടെ ഫാബ്രിക്. മുന്താണി ഷോർട്ട് പല്ലു, ബ്ലൗസ്.
ഒരു ലോട്ടസ് പിങ്കിലാണ് ബ്ലൗസും മുന്താണിയും വരുന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. ബ്ലാക്ക് ആണ്, നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. വൈറ്റ് ആണ്, വൈറ്റ് ത്രെഡിലായിരിക്കും ഹാഫ് സർക്കിൾ പാറ്റേണിൽ വരുന്നത്. വൈറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു സിൽവറിഷ് ലുക്കിലാണ്, ബ്ലാക്കിലായതുകൊണ്ട് സിൽവർ ലുക്കാണ് സാരി വരുന്നത്. സെന്റർ പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് അപ്പറും ലോവറും ഒരു ഹാഫ് സർക്കിൾ പാറ്റേണിലുള്ള വർക്കും ഇതിലൊരു വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്കാണ് സാരിയുടെ മുന്താണിയിലും ആ ഒരു ബോർഡറിലും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എലഗൻ പാർട്ടി വെയർ സാരിയായിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്നത് കേട്ടോ. ബ്ലാക്ക് ബ്ലൗസ് ഇടാം, ഒരു ഓഫ് വൈറ്റ് ബ്ലൗസ് ഇടാം. ത്രെഡ് വുവൻ സ്റ്റൈലിൽ സ്വീക്വൻസ് വർക്കിൽ തന്നെയാണ് റണ്ണിങ് ആ ഒരു മുന്താണി വരുന്നത്. സെയിം സ്റ്റൈൽ ബ്ലൗസ്.